ഹലോ. രാവിലെ കുറേ സമയം എൻ്റെ കുഞ്ഞി ബാൽക്കണികളിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക, എൻ്റെ ചെടികളെയൊക്കെ തൊട്ട് തലോടി നിൽക്കുക. ആ ഒരു പ്രോസസ്സ് എനിക്ക് തരുന്നത് നമ്മളൊരു യോഗ ചെയ്യും പോലെയോ അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും പോലെയൊക്കെ ഒരു റിഫ്രഷ്മെൻ്റാണ്. എനിക്ക് ഭയങ്കര റിജുവിനേറ്റിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത്. ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുക, അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക, ആ പൂക്കൾ നോക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഞാൻ ഒരുപാട് പ്ലോട്ടുള്ള ഒരു വീട്ടിൽ താമസിക്കേണ്ട ഒരാളായിരുന്നു എന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാനാണ്, വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതം കുഞ്ഞു ബാൽക്കണിയിലും ഫ്ലാറ്റിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുന്ന ഒരു മൊമെൻറ്റിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് എൻ്റെ ശംഖുപുഷ്പത്തിൽ ഇത്രയും നാൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതും പൊഴിഞ്ഞതും എല്ലാം ഈ വയലറ്റ് കളറിലെ പൂവാണ്. ഒരൊറ്റ മൂടാണ് ഇത്. പക്ഷേ ഇന്ന് ഞാൻ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു പൂ ഞാൻ കണ്ടു. അതിന് മുകളിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരു മൊട്ട് കണ്ടു, ഒക്കെ വയലറ്റ് ആണ്. പക്ഷെ മുകളിലേക്ക് പോയപ്പോൾ മുല്ലമൊട്ട് പോലെ ഒരു വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂ. അത് നാളെയും മറ്റു വിടരുമായിരിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. സീരിയസ്ലി ഒരൊറ്റ മൂടാണേ. നിങ്ങൾക്ക് കാണാം, ഈ കമ്പിയിൽ ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട് അതിൻ്റെ ഒരു വള്ളി. ഈ ഒരു ചെടിച്ചട്ടി തന്നെ രണ്ട് വെറൈറ്റിയിലുള്ള മണി പ്ലാന്റ്. ഒരു മണി പ്ലാന്റ് കാട് പോലെയായിട്ടുണ്ട്, പിന്നെ ഈ ശംഖുപുഷ്പം പടർന്ന് കയറിയിരിക്കുന്നതുമാണ് ആകെ ഉള്ളത്. പക്ഷേ എങ്ങനെ ഇതിൽ ഇത്രയും നാൾ വയലറ്റ് പൂ, ഇപ്പോഴും അതിനകത്ത് വയലറ്റ് പൂ ഉണ്ട്. രണ്ട് പൂ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതിൻ്റെ മുകളിലായിട്ട് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നാളെയോ മറ്റോ വിടരുന്ന ഒരു പൂവാണ് ഈ വൈറ്റ്. ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഒരേ ചെടിയിൽ ഒരേ സമയം വയലറ്റും വെള്ളയും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ.